മെയ് 1 തൊഴിലാളിയായ വിശുദ്ധ യൂസേഫ്. മോൺസിഞ്ഞോർ തോമസ് മൂത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും. യൂറോപ്പിൽ വസന്തകാലത്തിൻ്റെ മധ്യമാണല്ലോ മെയ് 1 ഒരു കാലത്ത് അവിടെ അത് പുഷ്പദിനമായിരുന്നു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം മെയ് 1 തൊഴിലാളി ദിനമാണ്, അഥവാ മെയ് ദിനം. അതിനെ പവിത്രീകരിക്കാനായി 12-ാം പിയൂസ് മാർപ്പാപ്പ 1955 മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്ന തൊഴിലാളികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു. മെയ് 1 മേലിൽ തൊഴിലാളിയായ വിശുദ്ധ യൂസേപ്പിൻ്റെ തിരുനാളായിരിക്കും. തിരുസഭയൊട്ടാകെ അങ്ങനെ മെയ് ദിനത്തെ പവിത്രീകരിച്ചിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശുക്രിസ്തുവിൻ്റെ ജന്മനാട്ടുകാർ യേശുവിൻ്റെ വിജ്ഞാനപ്രദമായ പ്രസംഗം കേട്ടപ്പോൾ, ഇയാൾ ആ തച്ചൻ്റെ മകനല്ലേ എന്നാണ് ചോദിച്ചത്. യോസേഫ് മരപ്പണിക്കാരനായിരുന്നു. 30-ാമത്തെ വയസ്സുവരെ ഈശോയും വളർത്തുപിതാവിനെ പോലെ മരപ്പണി ചെയ്താണ് ഉപജീവനം കഴിച്ചത്, അല്ലാതെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചല്ല. ആകയാൽ എല്ലാ തൊഴിലുകളും ശ്രേഷ്ഠമാണ്. ഒരു തൊഴിലാളിയായിരിക്കുക ഈശോയെയും യൗസേപ്പിനെയും അടുത്ത് അനുകരിക്കുകയാണ്. കുറേ കാലമായിട്ട് തൊഴിലാളികൾ നിരീശ്വരവാദ സ്വാധീനത്തിൽ മതവിശ്വാസത്തെ അവഗണിക്കുന്നതായി കാണുന്നു. ക്രൈസ്തവ രാജ്യങ്ങളിലും അക്രൈസ്തവ രാജ്യങ്ങളിലുമുള്ള തൊഴിലാളികൾ ക്രിസ്തുവിലേക്ക് പിന്തിരിയുന്നതിനാണ് തൊഴിലാളിയായ വിശുദ്ധ യൂസേപ്പിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുന്നത്. ഈശോയുടെ കൊച്ചു സഹോദരങ്ങളിൽ ഒരാളായ റെനോവുലം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദരിദ്രനും ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനുമായ ഒരു മനുഷ്യന് സാധാരണ സാഹചര്യങ്ങളിൽ സുവിശേഷ വിശുദ്ധി സാധ്യമാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, ലോകരക്ഷകനും ദൈവവുമായ മനുഷ്യപുത്രൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലും എല്ലാവരിലും ചിന്തപ്പെടുന്നു. ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൂസേപ്പിലെന്ന പോലെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അഗാധമായി പ്രവേശിച്ചിട്ടില്ല. യൂസേപ്പ് പിതാവ് തൊഴിലിലും കുടുംബജീവിതത്തിലും ഈശോയുടെ കൂടെ ജീവിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ഉൽപ്പത്തി 41-44 പറഞ്ഞിരിക്കുന്നത് പോലെ യൂസേപ്പിൻ്റെ പക്കൽ പോകുവിൻ. വചനം മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിചിന്തനം: ഏത് വിധേനയും എനിക്ക് ധനവാനായി തീരണം. അനുദിനം പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നാം കാണുന്നത് ഇത്തരം വാർത്തകളാണ്. മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം ഇവയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ മധ്യയാണോ നാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൗന്ദര്യവും ആരോഗ്യവും നശിക്കുന്നതുവരെ മാത്രം നിലനിൽക്കുന്ന ഒരു വർണ്ണക്കുമിളയാണ് അത്തരം ധനസമ്പാദന മാർഗങ്ങൾ. സ്വന്തം അധ്വാനത്താൽ നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കാത്ത പണമെല്ലാം ജലരേഖയായി മാറും. 1 കൊരിന്തോസ് 10:30 വചനം നമുക്ക് അനുകരിക്കാം: നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിലും പാനം ചെയ്യുകയാണെങ്കിലും എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും ദൈവസ്തുതിക്കായി ചെയ്യുവിൻ. അധ്വാനിച്ച് കുടുംബം പുലർത്തിയ വിശുദ്ധ യൂസേപ്പിനെ നമുക്ക് മാതൃകയാക്കാം. നെറ്റിയിലെ വീർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ മകനെ പഠിപ്പിച്ച യൂസേപ്പിനെയും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ച യേശുവിനെയും നമുക്ക് മാതൃകയാക്കാം. ഭർത്താവിനെയും മകനെയും സ്നേഹിച്ച് ഒരു നല്ല കുടുംബം വാർത്തെടുക്കുവാൻ വേണ്ടി പകലന്തിയോളം അധ്വാനിച്ച മേരിയെ നമുക്ക് ഓർമ്മിക്കാം. അങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ഈ വിശുദ്ധമായ കുടുംബത്തെ നമുക്ക് മാതൃകയാക്കാം.